ഹായ്, അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഒരു 2 മിനിറ്റ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം ഈ അടുത്ത സമയത്തുണ്ടായ, ഞാനൊരു കുവൈറ്റ് പ്രവാസിയാണ്. എൻ്റെ പേര് അമീർ കൊല്ലം. ഞാൻ മാർച്ച് 7-ാം തീയതി നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ ചെല്ലുകയും അവിടെ ചെല്ലുമ്പോൾ എമിഗ്രേഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നു, താങ്കൾക്ക് വിസ ക്യാൻസലാണ്, അതുകൊണ്ട് താങ്കൾ ഇപ്പം ട്രാവലിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും എന്നെ അവിടുന്ന് പോലീസ് പിടിക്കുകയും ഒരു 12 ദിവസം 2 സ്ഥലത്തായിട്ട് കിടക്കുകയും അത് കഴിഞ്ഞിട്ട് ഫിംഗർ എടുത്ത് എന്നെ ബോംബെയിലേക്ക് കയറ്റുകയും ചെയ്തു. ഇതേപോലെ ഒന്നും അറിയാത്ത ഒരുപാട് നിരപരാധികളായ ആൾക്കാർ കുവൈറ്റിൽ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നുണ്ട്. 700 ദിനാർ 800 ദിനാർ കൊടുത്ത് വിസ പുറത്ത് അടിച്ച് എന്തെങ്കിലും വർക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എയർപോർട്ടിൽ വരുന്ന ഒരുപാട് പേരെ എനിക്ക് ഈ 12 ദിവസത്തിനുള്ളിൽ പരിചയപ്പെടാനും കാണാനും എല്ലാം പറ്റി. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, പുറത്ത് അക്കാമയടിച്ച് കാദിം വിസ, സൂൺ വിസ പുറത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, കേസും കാര്യങ്ങളുമൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. കാദിം വിസക്കാരെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സ്ക്യൂസും ഇല്ലാതെ കൊണ്ടുപോയിട്ട് ജയിലിലിടുകയും അവിടുന്ന് ഫിംഗർ എടുത്ത് ബോംബെയിലേക്ക് കയറ്റിവിടുകയും ചെയ്യുകയാണ്. ഒരുപാട് പേര് ഇതേപോലെ അറിയാതെ എയർപോർട്ടിൽ ചെല്ലുകയും ലഗേജുകൾ പോവുകയും ഒരുപാട് സമയങ്ങൾ മെനക്കെടുത്തി അവർ വളരെ വിഷമത്തിൽ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പേരെ ജയിലിൽ നിന്ന് കണ്ടിട്ട് ഓരോരുത്തരെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ കല്യാണ നിശ്ചയത്തിന് പോകുന്നവർ, ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന് മരണപ്പെട്ടെന്ന് അറിഞ്ഞിട്ട് നിലവിളിക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേര്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈറ്റ് പോലീസല്ലേ, അവർക്ക് നിയമമൊന്നും ബാധകമല്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കൾ, എന്താ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്ത് അക്കാമ അടിച്ച് പണിയെടുക്കുന്ന എല്ലാ കാദിം വിസക്കാരും നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കൊണ്ടുപോയിട്ട്, കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് നിങ്ങളിലായിരിക്കും, അക്കാമ നിങ്ങളിലായിരിക്കും, ലൈസൻസ് നിങ്ങളിലായിരിക്കും. പക്ഷേ അതൊന്നും വിഷയമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോപ്പി നമ്മളെ കബീലിലേക്ക് കാണും. മൂപ്പർക്ക് അത് കൊണ്ടുപോയിട്ട് കറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിൽ. അങ്ങനെയാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ടിൽ 11-ാം മാസം 16-ാം തീയതി വരെ 2017 11-ാം മാസം 16-ാം തീയതി വരെ വിസയുള്ളൊരു വ്യക്തിയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ എയർപോർട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകുന്നത്. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എമിഗ്രേഷനിൽ നിന്ന് പറയുന്നു വിസയില്ല, അതുകൊണ്ട് ട്രാവലിംഗ് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിക്കുക. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈറ്റിൽ ഇപ്പം വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കച്ചവടം. എല്ലാ കുവൈറ്റുകളും പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നിൽ മുന്നിൽ സംഭവിച്ച പോലെ ഇനി ആരും വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ ബുദ്ധിമുട്ടും വിഷമങ്ങളും അനുഭവിച്ച് നാട്ടിലേക്ക് വരാൻ ചെല്ലുമ്പോഴാണ് ഇത്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ